സുഹൃത്തുക്കളെ, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ കാട്ടിത്തരാം. വ്യക്തമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. ഇത് കാണണം, ഇത് മനസ്സിലാക്കണം, ഇതിൻ്റെ വിലയിരുത്തണം. എന്താ വെച്ചാൽ ഈ സാധനം മാർക്കറ്റിൽ നിന്ന് എൻ്റെ അനിയൻ മേടിച്ചോളുണ്ടോ കുക്കുംബർ അല്ലേ? അതെ. അപ്പൊ ഇത് കുക്കുംബർ അല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. ഈ കുക്കുംബർ എങ്ങനെയുണ്ടെന്ന് നോക്കുക. അത് കണ്ട, ഇതിൻ്റെ സൈഡ് കണ്ട, ഈ മേടിച്ചാണ് സാധനമാണ്. ഈ തമിഴൻ്റെ സാധനം ഈ കാണുന്നത്, ഇത് ഈ 3 ഇത് എൻ്റെ തോട്ടത്തിൽ നിന്ന് ആരംഭമായി. എൻ്റെ തോട്ടത്തിൽ വിളവെടുപ്പ് ആരംഭമായി. ആ ആരംഭത്തിൻ്റെ ഒരെണ്ണം പൊട്ടിച്ചതാണ്. ഈ സാധനം ഒന്നൊരു കമ്പയർ ചെയ്ത് നോക്കുക. ഇതൊന്ന് കഴിച്ചു നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയാം. ഇത് തൊണ്ടി എത്തണ്ട സുഹൃത്തുക്കളെ. ഇത് തൊണ്ടി എത്തേണ്ട ആവശ്യമില്ല. അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, അതിൻ്റെ രുചി വേറെയാണ്. ഈ മേടിച്ചാണ് സാധനത്തിൻ്റെ ഇത് കാണുക. അല്ല, ഇത് 2 ദിവസമായി. എൻ്റെ ഒരാഴ്ച ഇരുന്നാലും ഇതുപോലെ തന്നെ ഇരിക്കും. രാവുന്ന പകലെന്നുള്ള വ്യത്യാസമാണ്. ഇത് എൻ്റെ പറമ്പിൽ ഇത് പൊട്ടിച്ചതാണ്. ഇന്ന് പൊട്ടിച്ചാണ്. നിങ്ങൾ ഇതിൻ്റെ രുചിയൊന്നും അറിയാം, ഇതിൻ്റെ ടേസ്റ്റ് അറിയാം, ഇതിൻ്റെ ഗുണഫലങ്ങൾ അറിയാം. 1. 2, ഗ്യാസിന് ഏറ്റവും നല്ല സാധനമാണ്. ഔഷധ ഗുണമുള്ള മരുന്നാണ്. ഗ്യാസ് ഇല്ലാതെ വരാൻ, ഗ്യാസ് ഉള്ളവർക്ക് ഗ്യാസ് പോകാൻ വേണ്ടി, എല്ലാവർക്കും വേണമെന്നില്ല, ഭൂരിഭാഗം ആൾക്കാർക്ക് ഗ്യാസ് ഇല്ലാതാവാൻ ഈ സാധനം വളരെ ഔഷധം. ഇതാണ് സലാഡ് കുക്കുംബർ. ഇതാണ് കഴിക്കേണ്ടത്. ഇതാണ് ആരോഗ്യത്തിന് നല്ലത്, ഗുണം ചെയ്യുന്നത്. ഈ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഈ സബോളയും സലാഡും കൂടി കഴിക്കുന്നത് എന്തിനാണ്? രോഗങ്ങളില്ലാതിരിക്കാൻ, ബാക്കിയുള്ള ഇറച്ചിമീനൊക്കെ കഴിക്കുന്നത് ദഹിക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സാധനം. അപ്പോൾ ഞാൻ കൃഷി ചെയ്തേക്കുന്നത്. നിങ്ങളിത് കാണണം. ഇതൊരു കഷ്ണം തിന്നതേ നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാതെ ഇതെങ്ങനെയുണ്ട്. ഇത് ഒരെണ്ണം പൊടിച്ചാൽ മതി. ഗുണഫലം പറയും. തൊണ്ട് ചെത്താണ്ടാണ് ഈ കഴിക്കുന്നത് കേട്ടോ. ഇത് തൊണ്ട് ചെത്താണ്ടാണ് കട്ട് ചെയ്തേക്കണേ. അത് തൊണ്ടി എത്തണം. ഇത് തൊണ്ടി എത്തേണ്ട ആവശ്യമില്ല. കണ്ടോ? ഇത് വേറൊരു കാര്യം കൂടിയിട്ട് സുഹൃത്തുക്കളെ, ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതുപോലെ ചെയ്തിട്ട് പെണ്ണുങ്ങൾ എൻ്റെ ചീത്ത വിളിക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ ഇത് മൂത്തിടാൻ വാസലിന് ഏറ്റവും സൂപ്പറുള്ള സാധനമാണ്. ബ്യൂട്ടി പാർലറിൽ ഇത് ഉപയോഗിക്കരുത്. മുഖം വെളുക്കാനും മുഖത്തിന് സൗന്ദര്യം വയ്ക്കാനും അതുകൊണ്ട് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും ചെയ്യരുത് കേട്ടോ. മൂത്തിടുന്ന സാധനമാണ്. മൂത്തിടാൻ വേണ്ടി ഇതിൻ്റെ മറ്റേ കുരുക്കളൊക്കെ മറയുന്നതിന് വേണ്ടി, ഇതിൻ്റെ അടയാളങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഒന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അത് പറയാതിരിക്കുന്ന ഇതിൻ്റെ ഗുണഫലങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. ഇതുകൊണ്ട് വേറെയും പല ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് പോകില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഇത് കൊണ്ടുപോയി കഴിക്കണം. വിളവെടുപ്പ് ആരംഭിക്കുകയാണ് ഞാൻ. ഒരു ദിവസം കൂടി കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച കൂടി ഞാൻ കൊടി കെട്ടും. കൊടി കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഉത്സവമായി. ആ ഉത്സവത്തിനോടൊപ്പം കൊടി കെട്ടും. കൊടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊയ്ത്ത് കൊടുക്കും. കൊയ്ത്ത് തുടങ്ങിയതിന് ശേഷം ഉത്സവം. കൊടി കെട്ടും ഞാൻ. കൊടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ക്ഷണിക്കും. അപ്പോൾ ആ കൊടി കാണാനോ ആ ഉത്സവം കാണാനോ നിങ്ങൾ വരിക, എന്നെ പ്രോത്സാഹിപ്പിക്കുക, എന്നെ സഹായിക്കുക. വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഒരിക്കൽ കൂടി ഇതേത് കഴിക്കാൻ പോണതാണ് കാണുന്നത്. ഉണ്ടാ മുത്തുകളിയുടെ നീര് കണ്ടോ? നീര് കൊതിയൂറും നാവിൽ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, രുചിയേറും മധുരം. എൻ്റെ പച്ചക്കറിക്ക് അത്ര ഗ്യാരണ്ടി ഉണ്ട്, അത്ര വിറ്റാമിൻ ഉണ്ട്, അത്രയും പ്രോട്ടീൻ ഉണ്ട്, അത്രയും കാൽസ്യം ഉണ്ട്. പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, ചിലവാകാൻ വേണ്ടി പറയുന്നതല്ല. ഇത് കൊണ്ടുപോയി കഴിച്ചു നോക്കണം. ഞാൻ എത്രയോ ജനങ്ങൾക്ക് ഞാൻ കൊടുത്തണം. കൊറോണ കാലത്ത് എത്രയോ കുടുംബങ്ങളിൽ കൊടുത്ത് എത്രയോ കുടുംബങ്ങളിലെ രോഗം കുറച്ചവനാണ്. ഞാൻ അധ്വാനിച്ച്, ഞാൻ എൻ്റെ അനിയനും കൂടി അധ്വാനിച്ച് ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് കൊടുത്തിട്ടേ ജനങ്ങൾ കഴിച്ചിട്ട് ജനങ്ങൾ അഭിപ്രായം പറഞ്ഞവനാ. ബാക്കിയുള്ളവരുടെ മാലിൽ വെറുതെ കാട്ടിപ്പോണതല്ല, വെറുതെ പറയുന്നതല്ല, നേരം പോക്കിനല്ല, ടൈം പാസിനല്ല. 24 മണിക്കൂറും എനിക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റില്ല. കൈക്കൂട്ടാൻ്റെ തലയ്ക്കാൻ ഭാഗത്ത് വേണം. ഇപ്പം കൈക്കൂട്ടില്ലാതെ കമ്പ്യൂട്ടറില്ലാതെ എനിക്ക് ഉറക്കം പറ്റില്ല. ഞാൻ തപ്പി നോക്കും ഇടയ്ക്കിടയ്ക്ക് കിടക്കത്തിൽ. തലോണയിൽ എൻ്റെ കയ്യിൽ കൈക്കൂട്ടുണ്ടോ, എൻ്റെ കാലൊക്കെ കമ്പ്യൂട്ടർ ഉണ്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കമ്പ്യൂട്ടർ അല്ലേ? കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ കാല് വളം കടിക്കില്ല. ഏതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോവാം, ധൈര്യം ഉണ്ടാവും. അപ്പോൾ അതിട്ടുകൊണ്ട് നമ്മൾ നടക്കണം. അപ്പോൾ അതിട്ടുകൊണ്ടും ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായി, നല്ല സുഖമായി. അപ്പോൾ ഇതിട്ട് നടക്കുമ്പോഴും ഇത് പണിയെടുക്കാനും ഭയങ്കര ഇതാണ്. ഞാൻ നിങ്ങളെ കാട്ടിത്തരും വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത തരത്തിൽ നിങ്ങൾക്കുള്ള പച്ചക്കറികൾ ഓണം നിങ്ങളെ കാട്ടിത്തരും. ഓണം അടുത്ത് വരികയാണ്. ഓണത്തെ വരവേ കണ്ട നെഞ്ഞ് പടയ്ക്കാണ് സുഹൃത്തുക്കളെ. മഴ കൂടിയാലും കർഷകന് ബുദ്ധിമുട്ടാണ്, മഴ കുറഞ്ഞാലും കർഷകന് ബുദ്ധിമുട്ടാണ്. വെയിൽ കണ്ടാലും തലവേദനയാണ്, വെയിൽ കണ്ടില്ലെങ്കിലും തലവേദനയാണ്. മഞ്ഞ് തുടങ്ങിയാലും തലവേദനയാണ്. തലവേദനയല്ല, കഷ്ടപ്പാടാണ്. മഞ്ഞത്തും വെയിലത്തും
മഴയെത്തും. കർഷകന് എന്നും നേരമില്ലാത്ത സമയമാണ്. എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമയം ഞാൻ വേസ്റ്റാക്കാത്ത ഒരു കർഷകനാണ്.